വളയം. 10ാം ക്ലാസ്സെന്ന ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും 31 വയസ്സെന്ന വല്ലാത്ത പ്രായത്തിനുമിടയിൽ വിവാഹം എന്ന സ്വപ്നം മാത്രം പൂവണിയാതെ നീണ്ടുപോകുന്നത് കാണുമ്പോൾ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നാതിരുന്നില്ല. ഭാര്യയ്ക്കും കുട്ടികൾക്കും നൽകാൻ വെച്ചിരുന്ന സ്നേഹം കൂടി തൊടിയിലെ പാവലിനും പയറിനും വാഴയ്ക്കും മറ്റു പച്ചക്കറികൾക്കും പകർന്നു നൽകിയപ്പോൾ അവരാ സ്നേഹം ഇരട്ടിയായി തിരിച്ചു നൽകി. അതുകൊണ്ട് ഒത്തിരി ബാങ്ക് ബാലൻസ് ഒന്നുമില്ലെങ്കിലും വലുതല്ലെങ്കിലും സ്വന്തമായി പണി കഴിപ്പിച്ച വീട്ടിൽ അമ്മയോടൊപ്പം കഴിഞ്ഞു പോകുന്നു. എങ്കിലും അമ്മ ഇടയ്ക്കിടെ വിവാഹത്തെപ്പറ്റി ഓർമ്മിപ്പിക്കും. ശാന്തമായി കത്തുന്ന വിളയിലേക്ക് ചെറിയൊരു കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉലച്ചിൽ. പെട്ടെന്ന് ഞാൻ അമ്മയോട് പറയും, ഞാനതിന് പെൺകുട്ടിയൊന്നല്ലല്ലോ അമ്മേ, പുരനിറഞ്ഞു നിൽക്കാൻ. പിന്നെ 30-31 കഴിഞ്ഞാൽ വിവാഹ സമയം 35 വയസ്സാണെന്നാണ് ജാതകത്തിൽ. അമ്മ വലിയ തിരക്കൊന്നും കൂട്ടണ്ട, കുറച്ചു കാലം കൂടി നമുക്ക് സ്നേഹത്തിലിങ്ങനെ പോകാം. രാവിലെ തന്നെ കോപം വരുന്നുണ്ടല്ലോ അമ്മേ, ഇവനെന്താ ഇത്ര രാവിലെ? എടാ, നീ പെട്ടെന്ന് റെഡിയാവ്, നമുക്കൊരു ഇടം വരെ പോകണം, ഒരു പെണ്ണ് കാണാനാ. എൻ്റെ ഏട്ടന് പറഞ്ഞു വെച്ചിരുന്ന പെണ്ണാ. ആളൊരു ഡ്രൈവറാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പതിയെ കാലുമാറി. നിനക്ക് വിരോധമില്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാവ്. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്, ചെല്ലുന്ന സമയം പറഞ്ഞിട്ട് വരില്ലെന്ന് പറയാൻ വയ്യ. അവിടെ പെൺകുട്ടിയും അമ്മയും തനിച്ചേ ഉള്ളൂ, നമുക്കൊന്ന് കണ്ടിട്ട് പോരാം, ഇഷ്ടമായില്ലെങ്കിൽ വിട്ടുകളയാം. പോയി നോക്കുമോനെ എന്നമ്മയും. പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ഒരു ആംബുലൻസ് കിടപ്പുണ്ട്. കിടപ്പ് രോഗികൾ ആരെങ്കിലും കാണുമായിരിക്കും, പാലിയേറ്റീവുകാർ വല്ലവരുമാകും. കാണാൻ നല്ല മുഖശ്രീയുള്ള ഒരമ്മ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ചെറുതെങ്കിലും നല്ല വൃത്തിയുള്ള വീടും പരിസരവും. ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോൾ വെളുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി ചായയുമായി വന്നു. നല്ലൊരു പുഞ്ചിരിയും സമ്മാനിച്ചു. പേര് ചോദിക്കാനായി ആ മുഖത്തേക്ക് നോക്കിയതും അവൾ പറഞ്ഞു, എൻ്റെ പേര് ബൃന്ദ, ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. ഡിഗ്രി കഴിഞ്ഞ് ഒരു ജോലിക്കായി ശ്രമിക്കുമ്പോഴാണ് ഒരു റോഡ് അപകടത്തിൽപ്പെട്ട് അച്ഛൻ മരിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവറായ അച്ഛൻ എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാകും. അവസാനം അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആരുമില്ലാതെ രക്തം വാർന്ന് ബാക്കി പൂർത്തിയാക്കാൻ കഴിയാതെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചെറുപ്രായത്തിലെ അച്ഛനിൽ നിന്നും വാഹനം ഓടിക്കാൻ അത്യാവശ്യം പഠിച്ചിരുന്നു ഞാൻ. 18 വയസ്സ് പൂർത്തിയായപ്പോൾ ലൈസൻസ് സ്വന്തമാക്കി. പിന്നീട് അമ്മയുടെ മൗനം സമ്മതമായി എടുത്ത് ബന്ധുക്കളുടെ പലരുടെയും എതിർപ്പോടെ അച്ഛൻ്റെ വാഹനം ഞാൻ ഏറ്റെടുത്തു. എൻ്റെ അച്ഛനെ പോലെ ഒരാളും ഇനി എൻ്റെ കൺമുന്നിൽ പിടഞ്ഞു തീരരുത്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ ഒരാളും മരണപ്പെടരുതെന്നാണ്. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. പള്ളിപ്പടിയിൽ ഒരു അപകടം, ഞാൻ ചെല്ലട്ടെ? ഉത്തരം എന്താണെങ്കിലും അറിയിച്ചാൽ മതി. ചേട്ടനെ പറ്റി എല്ലാം ഗോപേട്ടൻ പറഞ്ഞിരുന്നു. മുറ്റത്ത് നിന്നും വല്ലാത്ത വേഗത്തിൽ ആംബുലൻസുമായി അവൾ പുറത്തേക്ക് പായുമ്പോൾ എൻ്റെ മനസ്സും അവൾക്കൊപ്പമായിരുന്നു. വൈകിട്ട് നേരിൽ കണ്ട് സമ്മതം അറിയിക്കുമ്പോൾ ആ മുഖം നാണത്താൽ വല്ലാതെ പൂത്തുലഞ്ഞിരുന്നു. അധികം വൈകാതെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇന്ന് വീട്ടുമുറ്റത്ത് ആംബുലൻസുകളുടെ എണ്ണം 5ആയി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാനും പോകാറുണ്ട്. ആംബുലൻസുമായി രോഗിയുടെ ജീവനുമായി മത്സരിച്ചോടുമ്പോൾ, നമ്മൾ അവർക്ക് വഴിമാറി കൊടുക്കുമ്പോൾ ആ വാഹനമായി കുതിക്കുന്ന ഡ്രൈവർക്ക് വേണ്ടിയും നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കണം, അവർക്കൊരാപത്തും വരുത്തരുതേ എന്ന്.